ഓരോ കോശത്തിനും ഒരു ലൈഫ് സ്പാൻ, അതായത് ഒരു നിശ്ചിത ആയുസ്സുണ്ട്. ഒരു കോശം ആദ്യം വളരുന്നു, ആവശ്യമുള്ളപ്പോൾ അത് വിഭജിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നീട് അതിൻ്റെ പ്രത്യേക ജോലി ചെയ്യുന്നു. അവസാനം ആ കോശം ഇനി ആവശ്യമില്ലാത്തപ്പോൾ മരിക്കുന്നു. പഴയതോ മരിച്ചതോ ആയ കോശങ്ങൾക്ക് പകരം പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു. ഇത് നമുക്ക് വളരെ എളുപ്പത്തിലൊന്ന് ഓർക്കാം. ഗ്രോ, ഡിവൈഡ്, പെർഫോം ഫങ്ഷൻ, ഡൈ ആൻഡ് ബി റീപ്ലേസ്. അതായത് വളരുക, വിഭജിക്കുക, അതിൻ്റെ ജോലി ചെയ്യുക, മരിക്കുക, പകരം പുതിയ കോശം വരിക. ഈ പ്രക്രിയ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് വളരെ പ്രധാനമാണ്. കോശങ്ങൾ വളരെ നേരത്തെ മരിക്കുകയോ മരിക്കേണ്ട സമയത്ത് മരിക്കാതിരിക്കുകയോ ചെയ്താൽ ശരീരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇനി നമുക്ക് ചിന്തിക്കാം, എന്തിനാണ് കോശങ്ങൾ വിഭജിക്കുന്നത്? പ്രധാനമായും 3 കാരണങ്ങൾ നമുക്ക് ഓർക്കാം. 1, ഗ്രോത്ത് അഥവാ വളർച്ച. നമ്മൾ കുഞ്ഞിൽ നിന്ന് വളർന്നു വലുതാകുമ്പോൾ ശരീരത്തിൽ കൂടുതൽ കോശങ്ങൾ ആവശ്യമാണ്. അതിനാൽ പുതിയ കോശങ്ങൾ ഉണ്ടാകണമെങ്കിൽ കോശങ്ങൾ വിഭജിക്കണം. 2, റിപ്പയർ, കേടുപാടുകൾ പരിഹരിക്കൽ. ശരീരത്തിലെ ചില കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ ഉണ്ടാകണം. ഇത് ശരീരത്തിലെ ടിഷ്യൂസിനെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. 3, റീപ്ലേസ്മെൻറ്റ് അഥവാ പകരം വയ്ക്കൽ. പഴയ കോശങ്ങൾക്ക് പകരം പുതിയ കോശങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതിനാൽ സെൽ ഡിവിഷൻ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. ഓർക്കുക, 3 ആവശ്യങ്ങളാണ് സെല്ലിനുള്ളത്: ഗ്രോത്ത്, റിപ്പയർ, റീപ്ലേസ്മെൻറ്റ്. ഇതിനു വേണ്ടിയിട്ടാണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് അഥവാ കോശങ്ങൾ വിഭജിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് പഠിക്കാൻ പോകുന്നത്, അതായത് കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ. എന്താണ് കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ? സാധാരണയുള്ള പല നോർമലായിട്ടുള്ള ആനിമൽ സെല്ലിലും ഒരു കോശം അതിൻ്റെ തൊട്ടടുത്തുള്ള കോശവുമായി കോണ്ടാക്റ്റിലെത്തുമ്പോൾ അതിൻ്റെ വിഭജനം നിൽക്കുന്നു. അപ്പോൾ അതിനറിയാം ഇനി വിഭജിക്കാൻ സ്ഥലമില്ല, അതായത് കാരണം അത് അടുത്തതിന് തൊട്ട് കഴിഞ്ഞു, ഇനി അവിടെ സ്ഥലമില്ല. ഇത് നമുക്കൊരു ചെറിയ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒരു പാർക്കിംഗ് ഏരിയ ചിന്തിച്ചു നോക്കൂ. അവിടെ പാർക്കിംഗ് സ്പേസ് എല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീണ്ടും കാറ് കൊണ്ട് നിറയ്ക്കാൻ സാധിക്കില്ല, കാരണം അവിടെ സ്പേസ് ഇല്ലല്ലോ. അതുപോലെ നോർമൽ സെൽസിന് ചുറ്റുമുള്ള സെൽസുമായി കോണ്ടാക്റ്റ് ഉണ്ടായാൽ അവയ്ക്ക് ഡിവിഷൻ നിർത്താനുള്ള സിഗ്നൽ ലഭിക്കുന്നു. അതുകൊണ്ട് കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത് അടുത്തുള്ള സെൽസുമായി, നെയ്ബറിംഗ് സെൽസുമായി കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ സെൽ ഡിവിഷൻ നിർത്തുന്ന നിയന്ത്രണമാണ്. ഇത് ശരീരത്തിലെ സെൽ ഗ്രോത്ത് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇനി ക്യാൻസർ സെൽസിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഈ ഒരു കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ അഥവാ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? ക്യാൻസർ സെല്ലിലാണ് ഈ നിയന്ത്രണം നഷ്ടപ്പെടുന്നത്. നോർമൽ സെൽസ് ആവശ്യമായ സമയത്ത് ഡിവിഷൻ നിർത്തും, പക്ഷേ ക്യാൻസർ സെൽസ് നിയന്ത്രണമില്ലാതെ ഡിവിഷൻ തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ധാരാളം നോർമലായിട്ടുള്ള സെൽസ് ഉണ്ടാകുമ്പോൾ ഒരു വലിയൊരു സെല്ലിൻ്റെ മാസ്, അതായത് ഒരു വലിയൊരു ലംബ് രൂപപ്പെടാം. ഇതിനെ നമ്മൾ ട്യൂമർ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് നമുക്കിങ്ങനെ ഓർക്കാം, നോർമൽ സെല്ലിന് കൺട്രോൾഡ് ഡിവിഷനാണ്, കാരണം അതിന് കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ ഉണ്ട്. തൊട്ടടുത്തുള്ള സെല്ലിനെ തൊടുമ്പോൾ അതിനറിയാം അവിടെ നിർത്തണമെന്ന്. ക്യാൻസർ സെല്ല് അൺകൺട്രോൾഡ് ഡിവിഷനാണ്, അവിടെ കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ നഷ്ടപ്പെട്ടു. അതിനാൽ സെൽ ഡിവിഷൻ ശരിയായി നിയന്ത്രിക്കപ്പെടുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനമാണ്. ഇനി അപ്പോൾ അടുത്തൊരു ചോദ്യം വരാം, പ്ലാന്റ് സെൽസിനും ഇതുപോലെയാണോ വളരുന്നത്? അല്ല. പ്ലാന്റ് സെൽസിൻ്റെ പുറത്ത് ഒരു റിജിഡായിട്ടുള്ള സെൽ വാൾ ഉണ്ട്. എന്താണ് സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ? വെരി ഗുഡ്, സെല്ലുലോസ്. ഈ ശക്തമായ സെൽ വാൾ കാരണം പ്ലാന്റ് സെൽസ് പല ആനിമൽ സെൽസിനെ പോലെയും കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ കാണിക്കുന്നില്ല. അതുകൊണ്ട് പ്ലാന്റ് സെൽ ഗ്രോത്ത് നടക്കുന്നത് വ്യത്യസ്തമായൊരു രീതിയിലാണ്. സസ്യങ്ങളിൽ ചില പ്രത്യേക ഗ്രോയിങ് റീജിയൻസ്, അതായത് നമ്മൾ പഠിച്ചു മെരിസ്റ്റം എന്നുള്ള ചില റീജിയൻ ഉണ്ട്. അതിനെയാണ് ഗ്രോയിങ് റീജിയൻ എന്ന് പറയുന്നത്. ഈ മെരിസ്റ്റം ഉള്ള സ്ഥലത്ത് മാത്രമാണ് കൂടുതലായിട്ട് സെൽ ഡിവിഷനും വളർച്ചയും നടക്കുന്നത്. അതുകൊണ്ട് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും ഗ്രോത്ത് പാറ്റേൺ ഒരുപോലെയല്ല. ഇത്രയും ചെറിയ സെൽസ് ഇനി എന്തൊക്കെയാണ് ചെയ്യുന്നത്? കോശങ്ങൾ വളരെ ചെറുതാണെങ്കിലും അവയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യാനുണ്ട്. അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ഇവയൊക്കെയാണ്. 1, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഏത് ഓർഗനിലാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മൈറ്റോകോൺട്രിയ. വെരി ഗുഡ്. വിവിധ സബ്സ്റ്റൻസ് സിന്തസൈസ് ചെയ്യുകയും സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതാരാ ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടോ? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവും ഗോൾഗി ബോഡീസും ചേർന്നുണ്ടാക്കി അത് വെസിക്കിൾസിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അല്ലെ വാക്യൂൾസിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഡിവൈഡ് ചെയ്ത് പുതിയ സെൽസ് ഉണ്ടാക്കുന്നു. സെൽ ഡിവിഷൻ നമ്മൾ പഠിച്ചു, മൈറ്റോസിസും മെയോസിസും. പിന്നെ മറ്റ് സെൽസിൻ്റെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, വിവിധ സബ്സ്റ്റൻസസിനെ ഉണ്ടാക്കുകയും സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് പുതിയ സെൽസ് ഉണ്ടാക്കുന്നു, മറ്റ് സെൽസിൻ്റെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിനും വ്യത്യസ്തമായ ജോലികളുണ്ട്.
ഓരോ സ്കൂളിൽ ഓരോ അധ്യാപകനും ഓരോ ജീവനക്കാരനും വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുപോലെ നമ്മുടെ ശരീരത്തിലെ വിവിധ സെൽസിനും വ്യത്യസ്തമായ ഫംഗ്ഷനുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ എടുത്താൽ പ്രിൻസിപ്പലിൻ്റെ ജോലിയും അധ്യാപകരുടെ ജോലിയും വ്യത്യസ്തമാണ്. അധ്യാപകരുടെ ജോലിയും ഒരു ജീവനക്കാരനുള്ള ജോലിയും വ്യത്യസ്തമാണ്. അതുപോലെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കും വ്യത്യസ്തമാണ്. എല്ലാ സെൽസും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം ശരിയായി പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യമായി നമ്മൾ പഠിച്ചത് സെൽസ് എന്നേക്കുമായി വളരുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുമോ? ഇല്ല. സെൽസിൻ്റെ ഗ്രോത്തും ഡിവിഷനും സാധാരണമായി കൺട്രോൾഡ് ആണ്. വാട്ട് ഈസ് കോണ്ടാക്ട് ഇൻഹിബിഷൻ? നെയ്ബറിംഗ് സെൽസുമായി കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ പല നോർമൽ ആനിമൽ സെൽസിലും സെൽ ഡിവിഷൻ നടത്തുന്ന പ്രക്രിയയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. ക്യാൻസർ സെൽസിന് ഈ കൺട്രോൾ നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അവ നിയന്ത്രണമില്ലാതെ ഡിവൈഡ് ചെയ്യുകയും ട്യൂമർ രൂപപ്പെടുകയും ചെയ്യാം. പ്ലാന്റ് സെൽസിൻ്റെ ഗ്രോത്ത് ആനിമൽ സെൽസിനെ പോലെയാണോ? അല്ല. പ്ലാന്റ് സെൽസിന് റിജിഡ് സെൽ വാൾ ഉള്ളതിനാൽ അവ വ്യത്യസ്തമായ ഗ്രോത്ത് പാറ്റേൺ ആണ് കാണിക്കുന്നത്. സെൽസ് ചെയ്യുന്ന ഏതെങ്കിലും 2 ഫങ്ഷൻസ് പറയൂ. എനർജി പ്രൊഡക്ഷൻ, സെക്രീഷൻ, ഫോർമേഷൻ ഓഫ് ന്യൂ സെൽസ് തുടങ്ങിയ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് പഠിച്ചത് സെൽസ് ആർ ടൈനി ബട്ട് ദേ ഹാവ് വെരി ഇമ്പോർട്ടൻറ്റ് ജോബ്സ്. കോശങ്ങൾ വളരുകയും വിഭജിക്കുകയും അവയുടെ ഫങ്ഷൻസ് നിർവഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം നിയന്ത്രിതമായ രീതിയിലാണ് നടക്കുന്നത്. ഈ നിയന്ത്രണം ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് വളരെ പ്രധാനമാണ്. അതിനാൽ സെൽസ് ഗ്രോ, ഡിവൈഡ് ആൻഡ് ഡൈ ഇൻ എ കൺട്രോൾഡ് വേ ടു കീപ് ഓർഗാനിസംസ് ഹെൽത്തി. ജീവിയെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനായി കോശങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ വളരുകയും വിഭജിക്കുകയും അവസാനം മരിക്കുകയും ചെയ്യുന്നു. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പഴയതും കേടായതുമായ സെല്ലിന് പകരം പുതിയ സെൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.